ഒരു വ്യത്യസ്ത സിനിമ അല്ലെങ്കിൽ നല്ലൊരു സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് എനിക്കുള്ളത് പ്രമേയം കണ്ടു കഴിഞ്ഞാൽ. മറ്റ് മാനദണ്ഡങ്ങളൊന്നും പ്രമേയമാക്കാതിരുന്നാൽ ഇത്തവണത്തെ ദേശീയ അവാർഡ് ഈ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ മമ്മൂക്കയുടെ വീട്ടിലെത്തും എന്നതിൽ യാതൊരു സംശയവും. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ്. തുടക്കം തൊട്ട് അവസാനം വരെ മമ്മൂക്ക പടം കണ്ടിറങ്ങിയിട്ടില്ല. മലയാള സിനിമകൾ വീണ്ടും നല്ലൊരു ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ അഭിനയം തന്നെയാണ് അടിപൊളിയാണ്. ആദ്യം മുതൽ അവസാനം വരെ മമ്മൂട്ടിയുടെ അഴിഞ്ഞാണ്. മമ്മൂട്ടി എന്ന നടൻ്റെ വ്യത്യസ്തമായ മറ്റൊരു ഭാവമാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് വാച്ച് തിയേറ്ററിൽ വന്നതിന് കാണാം. പടം അടിപൊളി പടമാണ്. എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് എടുത്ത് പറയാൻ മാത്രമാണ്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ മമ്മൂക്ക നമ്മൾ ഞെട്ടിപ്പിച്ചെന്ന് തന്നെ പറയേണ്ടി വരും. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. അടിപൊളി പടമാണ്. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും പടം ഹൈ ലെവലിൽ പോകും. പെർഫോമൻസ് ആണ് എടുത്ത് പറയാനുള്ളത്. സിനിമ കൊള്ളായിരുന്നു. മമ്മൂക്കയ്ക്ക് മാത്രമേ ഇമാതിരി റോളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഞാൻ തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ എന്തായാലും അതൊന്ന് ഈ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടോ? സാധാരണ എല്ലാ മമ്മൂക്കയുടെ പടത്തിന് ഞാൻ വരാറുണ്ട്. എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ ആയാലും സിദ്ധാർത്ഥ് ഭരതൻ, ആകെ ഇന്നത്തെ 4 റോളുകളും മണിയൻ്റെ ജരീൻ, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, മമ്മൂക്ക, ഇത്ര റോളെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് രാഹുൽ സദാശിവൻ്റെ മേക്കിംഗാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നല്ല രീതിയിൽ തന്നെ മേക്കിംഗ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ മമ്മൂക്ക പടം കണ്ടിറങ്ങിയിട്ടില്ല. നമുക്ക് ഇവർ പറഞ്ഞ പോലെ തന്നെ, ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ വലിയ ഹൊററായിട്ടും നമുക്ക് ഫീൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ എലമെൻറ്റ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. അതെന്തായാലും നമുക്ക് ഫീലാവുന്നുണ്ട്. ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കത് ഫീലാവുന്നുണ്ട്. എന്താ പറയുക, ഒരു വ്യത്യസ്ത സിനിമാറ്റിക് തിയേറ്റർ എക്സ്പീരിയൻസ്. നമ്മൾ ഈ ഒരു ജോണറിലുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ഭയങ്കര ഒരു ഹൊറർ സിനിമയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ കുട്ടിച്ചാത്തൻ്റെ ഒരു എലമെൻറ്റ് സിനിമയിൽ അവർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് സിനിമ കാണുമ്പോൾ വേണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും. പിന്നെ പെർഫോമൻസ് വൈസ് മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ 3 പേരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. എണ്ണി കഴിഞ്ഞ ഒരു 5-6 കഥാപാത്രവും ഒരു മനയും, അതാണ് മെയിൻ. സിനിമ തുടങ്ങി ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ മമ്മൂട്ടിയിലും സിദ്ധാർത്ഥ് ഭരതിലും അർജുൻ അശോകനിലുമാണ് കഥ പോകുന്നത്. അത് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു 2 മണിക്കൂർ 20 മിനിറ്റുള്ള പടം ഏറെക്കുറെ എന്നെ ഫുള്ളി എൻഗേജ് ആക്കി. ആ ഒരു വേൾഡിലോട്ട് ഞാൻ നല്ല ഒരു എൻഗേജ് ആയിട്ടിരുന്ന് കണ്ട പടമാണ്. ഒരു വ്യത്യസ്ത സിനിമ അല്ലെങ്കിൽ നല്ലൊരു സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് എനിക്കുള്ളത് പ്രമേയം കണ്ടു കഴിഞ്ഞപ്പോൾ. തിയേറ്ററിൽ കാണേണ്ട പടമാണ് ഇത്. ഈ പടമൊന്നും OTT കാണാനുള്ളത്, തിയേറ്ററിൽ കാണാം. എന്തെന്ന് പറഞ്ഞാൽ ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ ഒരു തിയേറ്റർ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ ഈ മമ്മൂട്ടിയുടെ പെർഫോമൻസ്, ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെറൈറ്റി മലയാള സിനിമ കണ്ടതിൻ്റെ ഒരു ഫീൽ കിട്ടും. പ്രമേയം അതിഗംഭീരം. മറ്റൊന്നല്ല, നമ്മുടെ ഈ സിനിമയുടെ ആദ്യഘട്ടം മുതൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ അത് വളരെ ഒരു ധൈര്യപരമായ തീരുമാനം. ഈ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് അനുയോജ്യം. പിന്നെ കഥാപാത്രങ്ങൾ, ടെക്നിക്കൽ സൈഡ് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക 430 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മൂക്കയുടെ പല കഥാപാത്രം കാണുമ്പോൾ പുതുമയ കഥാപാത്രം എന്ന് പറയാറുണ്ടെങ്കിലും ഇതാണ് യഥാർത്ഥ പുതുമ. കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല. രാഷ്ട്രീയപരമായും ജാതിപരമായും മറ്റ് മാനദണ്ഡങ്ങളൊന്നും പ്രമേയമാക്കാതിരുന്നാൽ ഇത്തവണത്തെ ദേശീയ അവാർഡ് ഈ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ മമ്മൂക്കയുടെ വീട്ടിലെത്തും എന്നതിൽ യാതൊരു സംശയവും. അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ്. ഗംഭീരം രമയുഗം നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഭ്രമിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭ്രമിച്ചാണ് തിയേറ്ററിൽ ഇറങ്ങി വന്നത്. വളരെ കൊടുമൺ പോറ്റുന്ന കഥാപാത്രമായി നമുക്ക് മറ്റൊരു വ്യത്യസ്ത വേഷത്തിൽ പ്രേക്ഷകരെ പിടിച്ചിരിക്കാൻ ഗംഭീരം. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലാണ് ഈ പടം ഇട്ടിരിക്കുന്നത്. കഥാഗതിക്കനുസരിച്ചുള്ള ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. ലൊക്കേഷൻ അനുസരിച്ച് ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടിരിക്കുന്ന പടം വളരെ നന്നായിരിക്കുന്നു. മമ്മൂക്ക മാത്രമല്ല, സിദ്ധാർത്ഥ് ഭരതനും ഹരീഷ് അശോകൻ്റെ മകൻ അർജുൻ അശോകനും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 ആക്ടറുകൾ എല്ലാവരും വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. സംവിധാനം ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ നമ്മളെ വീണ്ടും തെറ്റിച്ചിരിക്കുകയാണ്. ഭൂതകാലം തിയേറ്ററിൽ വന്നില്ലെങ്കിലും ഒരുപാട് പേര് OTT കണ്ട് നല്ലൊരു പടമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടമാണ്. സൈനികവും രേവതി അഭിനയിച്ച പടം അത് നമ്മളെ നെറ്റിച്ചിരിക്കുക. അതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയായി വളരെ നന്നായി ഈ പടം എടുക്കുന്നുണ്ട്. സൂപ്പർ പടം. വേറെ തടസ്സവാദങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു നാഷണൽ അവാർഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. വെറൈറ്റി ആയിട്ട് മേക്കിംഗ് എടുത്തിട്ടുണ്ട്. പടം സൂപ്പർ പടമാണ്. മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സീറ്റിൽ നിന്ന് പെട്ടെന്ന് ഒന്ന്
ഒന്ന് സ്തബ്ധനായിരിക്കുക, ഒരു ഞെട്ടി ഇരിക്കുക. ആ ഒരു ഫീലിംഗ് എനിക്ക് പലയിടത്തും തോന്നി ഈ സിനിമയ്ക്കകത്ത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ ഒന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഒരു സീനുണ്ട്. അത് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതുവരെ കണ്ട ഒരു ക്യാരക്ടറിനോടുള്ള നമുക്ക് അപ്രോച്ച് പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയി. ഒരു നമുക്ക് അയാളോട് ബഹുമാനമോ അല്ലെങ്കിൽ സഹതാപമോ ആ ഒരു ക്യാരക്ടറിനോട് എങ്ങനെ തോന്നണം, അങ്ങനത്തെ രീതിയിൽ വരെ എനിക്ക് പേഴ്സണലി പെട്ടെന്ന് ഇങ്ങനെ തോന്നിപ്പോയി. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ സിനിമ കരിയറിൽ എടുത്തു പറയാനും അഭിമാനത്തോടെ പറയാനും അതുപോലെ തന്നെ മലയാളി ഒരു സിനിമാ പ്രേക്ഷകർ എന്ന രീതിയിൽ അന്യ സംസ്ഥാനത്തുള്ളവർക്കും അല്ലെങ്കിൽ ഒരു ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഒരാളോടും അഭിമാനത്തോടെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പിന്നെ മലയാള സിനിമകൾ വീണ്ടും നല്ലൊരു ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്. പ്രേമലു, അന്വേഷിപ്പിൻ കണ്ടെത്തും, പിന്നെ ഈ ഭ്രമയുഗം 3 നമ്മൾ സിനിമ തിയേറ്ററിൽ നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്ക് തന്നെ 100% ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ തൃപ്തിപ്പെടുത്തിയ സിനിമകളായിരുന്നു. ഫെബ്രുവരി മാസമാണ്, പുഷ്പിക്കുന്ന സമയമാണിത്. മലയാള സിനിമയെ വീണ്ടും അതുപോലെ തന്നെ വീണ്ടും ഒരു വടവൃക്ഷമായി പടർന്നിട്ട് നമുക്ക് നല്ല മറ്റു ഇൻഡസ്ട്രികളുടെ പേരിൽ മലയാള സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊരു അഭിപ്രായമുണ്ട്. ഇടയ്ക്ക് ഞാൻ പോലും ഇടയ്ക്ക് എന്തിനാണ് ഒരേ പാറ്റേണിൽ വരുന്ന സിനിമകൾ വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ അടുത്ത കണ്ട 3 സിനിമകളും 3 വ്യത്യസ്ത പാറ്റേൺ, 3ഉം വ്യത്യസ്ത രീതിയിൽ നമ്മളെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന കഥകളായിരുന്നു. അപ്പോൾ മലയാള സിനിമ വീണ്ടും ഒരു വലിയൊരു വൃക്ഷമായി അതൊരു ഇന്ത്യൻ സിനിമയുടെ ഒരു പൊൻതൂവലായിട്ട് വീണ്ടും ഉയർന്നു വരട്ടെ എന്നുള്ളൊരു ആഗ്രഹം.